ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമ്മൾ വന്നു കഴിഞ്ഞല്ലോ. സെക്കൻഡ് അലോട്ട്മെൻറ്റും വന്നു. പക്ഷേ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റും എത്ര നോക്കിയിട്ടും നമുക്ക് 86 ആ ഒരു എബോവ് മാർക്ക് ഉണ്ടെങ്കിലും നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ പറയാൻ പോണത്. ഇനി തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. ജൂലൈ 5-നാണ് നമ്മുടെ തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത്. ജൂലൈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് ശേഷമായിരിക്കും, ഒരു 3 മണി 12 മണിക്ക് ശേഷമാവും നമ്മുടെ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ഒരു ദിവസം മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ 4 മുതൽ നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങണം. പിന്നെ നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മുടെ നെയിമിൽ വന്നിട്ടില്ല, പേര് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യണം. നമ്മുടെ സബ്ജക്റ്റുകളും കോളേജുകളും ഒക്കെ നമ്മൾ എഡിറ്റ് ചെയ്യണം. നമുക്ക് ഗവൺമെൻറ് കോളേജിൽ പഠിക്കണം, ഗവൺമെൻറ് അതിൽ ചെയ്യണം എന്ന് ഇതുള്ളവർ നമ്മൾ പെട്ടെന്ന് പോയിട്ട് തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ 5 വരുന്നതിന് മുമ്പ് കോളേജ് ഒന്ന് ചേഞ്ച് ചെയ്യണം. നമ്മുടെ പെർസെൻറ്റേജും മാർക്കൊക്കെ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ എത്ര പെർസെൻറ്റേജ് മാർക്കുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മുടെ കോളേജുകൾ നോക്കണം. ഇപ്പം നമ്മൾ ടോപ്പ് കോളേജുകളാവും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ മാർക്ക് നമ്മുടെ വേറൊരു പുതിയൊരു വിദ്യാർത്ഥി അതിനെക്കാട്ടി ഒരു മാർക്ക് എക്സ്ട്രാ കൂടുമ്പോഴാണല്ലോ നമ്മുടെ ആ ഒരു പെർസെൻറ്റേജ് മാർക്ക് കുറയുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ആ ലെവൽ നോക്കണം. 85, 86 എബോവ് ഉണ്ടെച്ചാൽ നമ്മുടെ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും പിള്ളേർക്ക് എത്ര പെർസെൻറ്റേജ് മാർക്കിന് നമ്മൾ ആ കോളേജിൽ ചേർന്നു എന്ന് നോക്കിയിട്ട് അതിൻ്റെ ബേസിസിൽ വേണം നമ്മുടെ തേർഡ് അലോട്ട്മെൻറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫ്രണ്ട്സ് എവിടെ പോകണു, നമ്മുടെ കോളേജിൽ ഫ്രണ്ട്സ് അല്ല +2 പഠിച്ച ഫ്രണ്ട്സ് വേണം നമുക്ക് കോളേജിൽ ചേരാൻ പറഞ്ഞിട്ട് ആ ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് ചേരുന്നവരുണ്ട്. പക്ഷെ അതിൽ പകുതി പേർക്ക് കിട്ടും, പകുതി പേർക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ നോക്കുക ചെയ്യരുത്, നമ്മുടെ മാർക്കിൻ്റെ ബേസിസിൽ വേണം നമ്മൾ കോളേജ് സെലക്ട് ചെയ്യാൻ. ഓക്കെ ഗൈസ്, താങ്ക് യു.